വർക്കലയിൽ വീടിന് മുകളിലൂടെ പ്ലാവ് കടപുഴകി വീണ് ഗൃഹനാഥയ്ക്ക് തലയ്ക്ക് പരിക്കുപറ്റി. പാലച്ചിറ കിടാകത്തുവിള ചരുവിള വീട്ടിൽ താമസിക്കുന്ന കമലമ്മയുടെ വീടിന് മുകളിലൂടെയാണ് പ്ലാവ് കടപുഴകി വീണത്. ഇന്ന് വെളുപ്പിന് 2 മണിയോടുകൂടിയായിരുന്നു സംഭവം. വീട്ടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന 86 വയസ്സുള്ള കമലമ്മയുടെ മേൽ ഓട് പൊട്ടി വീണ് തലയ്ക്ക് പരിക്കേറ്റു. ഇവരെ ഉടൻ തന്നെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയിൽ 8 തുന്നിക്കെട്ടുകളുണ്ട്. കമലമ്മയോടൊപ്പം ഉറങ്ങിക്കിടന്ന ചെറുമകൻ ശ്രീഹരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കമലമ്മയും മകൾ ബിന്ദുവും ബിന്ദുവിന്റെ മകൻ ശ്രീഹരിയും ഉൾപ്പെടുന്ന 3 അംഗങ്ങളാണ് വീട്ടിൽ താമസിക്കുന്നത്. പെട്ടെന്ന് 3 മണിക്ക് ഇങ്ങനെ കിടന്നുറങ്ങിക്കൊണ്ട് കിടന്നപ്പോൾ ഓട് വന്ന് തലയിൽ കൂടെ വീണു. പ്രഷറും കാറ്റും വന്നു, ഓട് വന്ന് തലയിൽ കൂടെ വീണു. എൻ്റെ ചെറുമകൻ വന്ന് പിടിച്ചിറക്കി എന്നെ കൊണ്ട് രക്ഷിക്കുകയാണ് ചെയ്തത്. ഉടനെ എന്നെ ആംബുലൻസ് വിളിച്ച് ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി അവിടെ കിടത്തിയിരുന്നു. 8 തയ്യലുണ്ട്. വയ്യാതെയായി ശരീരം തളർച്ച പോലെയൊക്കെ വന്നു. അങ്ങനെ ഇത്രയും പെട്ടെന്ന് ഡാക്ടർമാർ വന്ന് നോക്കി രക്ഷിക്കുകയാണ് ചെയ്തത്. വർക്കലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വർക്കല ശിവഗിരി SN കോളേജിൽ മരം കടപുഴകി വീണു. വർക്കല കണ്വാശ്രമം കുന്നുംപുറം കോളനിയിൽ തെങ്ങ് കടപുഴകി റോഡിന് കുറുകെയും വീടിന് മുകളിലുമായും വീണു. റോഡിലൂടെയുള്ള യാത്രക്കാർക്ക് അപകട ഭീഷണിയാണിത്. വർക്കല ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ബുധനാഴ്ച വെളുപ്പിന് 4 മണിക്ക് തുടങ്ങിയ രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. വർക്കലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നിരവധി നാശനഷ്ടങ്ങളുണ്ടായ സന്ദേശങ്ങൾ അഗ്നിശമന നിലയത്തിൽ തുടർന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നതായി ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നു. ബീക്കൺ ന്യൂസ്, വർക്കല.